എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ദിനാശംസകൾ. ഈ കേരളപ്പിറവി കേരളത്തെ സംബന്ധിച്ച് ഒരു സവിശേഷതയുള്ളതാണ്, ഒരു ചരിത്ര മുഹൂർത്തമാണ്. ഇന്ത്യയിൽ ആദ്യമായി അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന സംസ്ഥാനം എന്ന ചരിത്ര നേട്ടത്തിലേക്ക് ഇന്ന് കേരളം എത്തുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി എന്ന് മാത്രമല്ല, ലോക ചരിത്രത്തിൽ ഇതിനു മുമ്പ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വിജയകരമായി നടത്തിയിട്ടുള്ളത് ചൈനയാണ്. ചൈനയ്ക്ക് ശേഷം ലോകത്ത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുന്ന രണ്ടാമത്തെ പ്രദേശം എന്ന നേട്ടമാണ് കേരളം കൈവരിക്കുന്നത്. ഇത് സാധ്യമായത് സംസ്ഥാന സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടുള്ള എല്ലാവരെയും അണിനിരത്തിക്കൊണ്ടുള്ള കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ്. ഇന്ത്യയിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ ഒന്നാമത്തെ സംസ്ഥാനം എന്ന നേട്ടം നാം കൈവരിച്ചത് എല്ലാവരും ഒന്നായി അണിനിരന്നുകൊണ്ടാണ്. 2021 സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൻ്റെ ഒന്നാമത്തെ തീരുമാനമായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത്. അതിനുശേഷം തദ്ദേശ സ്ഥാപന തലത്തിൽ വിവരശേഖരണം നടത്തി അതിദരിദ്രരെ കണ്ടെത്താനുള്ള പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചു. ആ വിവരശേഖരണം നടത്തുന്നതിന് വേണ്ടി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഹില 4 ലക്ഷത്തോളം പേരെയാണ് പരിശീലിപ്പിച്ചത്. അതിദാരിദ്ര്യ നിർണയത്തിൻ്റെ പ്രക്രിയ വിശദമാക്കുന്ന ഒരു കൈപ്പുസ്തകം ഹില പ്രസിദ്ധീകരിച്ചു. വളരെ വസ്തുനിഷ്ഠമായും ശാസ്ത്രീയമായുമുള്ള ഒരു പങ്കാളിത്ത പ്രക്രിയയിലൂടെയാണ് ഈ അതിദാരിദ്ര്യ നിർണയം പിന്നീട് നാം നടത്തിയത്. തദ്ദേശ സ്ഥാപന തലത്തിൽ നടത്തിയ വിവരശേഖരണത്തെ തുടർന്ന് ഓരോ വാർഡിലും വാർഡ് തലത്തിലുള്ള ഒരു സമിതി ഉണ്ടാക്കി പരിശോധിച്ചു. വാർഡ് തല സമിതി ശുപാർശ ചെയ്ത ഗുണഭോക്താക്കളുടെ പട്ടിക ഗ്രാമസഭയിൽ അവതരിപ്പിച്ച് ഗ്രാമസഭ ചർച്ച ചെയ്ത് അംഗീകാരം നൽകി. ഗ്രാമസഭ അംഗീകരിച്ച് ശുപാർശ ചെയ്ത പട്ടിക ഓരോ തദ്ദേശ സ്ഥാപനത്തിൻ്റെയും ഭരണസമിതി അംഗീകരിച്ചു. ഇങ്ങനെ വളരെ വിപുലമായ, സൂക്ഷ്മമായ, ആരും വിട്ടുപോകുന്നില്ല എന്നുറപ്പുവരുത്തിയ, ജനങ്ങൾക്കെല്ലാം പങ്കാളികളാകാൻ അവസരം കൊടുത്ത ഒരു പ്രക്രിയയിലൂടെയാണ് ഈ ഗുണഭോക്താക്കളെ നിർണയിച്ചത് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇതിനേക്കാൾ സൂക്ഷ്മമായി, പങ്കാളിത്താധിഷ്ഠിതമായി ഒരു ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ നടത്താനാവില്ല. ഈ പ്രവർത്തനങ്ങൾക്കാകെ മേൽനോട്ടം കൊടുക്കാൻ തദ്ദേശ സ്ഥാപന തലത്തിൽ തദ്ദേശ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷൻ, മേയറോ ചെയർമാനോ പ്രസിഡന്റോ ആരോ ആവട്ടെ, അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിൽ തദ്ദേശ സ്ഥാപനത്തിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്മാരുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ട്, കുടുംബശ്രീ CDSൻ്റെ പ്രതിനിധിയുണ്ട്, റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രതിനിധിയുണ്ട്, ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്ത് പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിൻ്റെ, അതുപോലെ സാമൂഹ്യ സംഘടനകളുടെ പ്രതിനിധികളുണ്ട്. ഇങ്ങനെ വിപുലമായൊരു കമ്മിറ്റിയാണ്. അതിന് താഴെ വാർഡ് തല സമിതി, ഞാൻ നേരത്തെ പറഞ്ഞു, വാർഡ് തല സമിതിയിൽ വാർഡ് മെമ്പറാണ് അധ്യക്ഷൻ. അവിടെയും കുടുംബശ്രീ ADSൻ്റെയും അയൽക്കൂട്ടത്തിൻ്റെയും പ്രതിനിധികളുണ്ട്, ആശാ വർക്കറുണ്ട്, അംഗൻവാടി ടീച്ചറുണ്ട്, റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രതിനിധിയുണ്ട്, സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികളുണ്ട്. ഇങ്ങനെ വളരെ പ്രാതിനിധ്യ സ്വഭാവമുള്ളൊരു കമ്മിറ്റിയാണ്. അപ്പോൾ ഇത്രയേറെ അരിപ്പകളിലൂടെ കടന്ന് പരിശോധന നടത്തി അത്ര സൂക്ഷ്മമായിട്ടാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോയത് മൈക്രോ പ്ലാൻ ആവിഷ്കരിച്ചുകൊണ്ടാണ്. 64,006 കുടുംബങ്ങളെ കണ്ടെത്തി ഓരോ കുടുംബവും അതിദരിദ്രരാവാൻ ഇടയാക്കിയ ക്ലേശഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നിർണ്ണയിച്ചു. ആ ക്ലേശഘടകങ്ങൾ ഓരോന്നും പരിഹരിക്കാൻ ഓരോ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ പ്രത്യേകം നിറവേറ്റാൻ ഉതകുന്ന പ്രത്യേകം മൈക്രോ പ്ലാനുകൾ, സൂക്ഷ്മ പദ്ധതികൾ നടപ്പാക്കി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുടുംബത്തിനൊരു മൈക്രോ പ്ലാൻ എന്നൊരു സമീപനം നമ്മൾ ആവിഷ്കരിച്ചത്. നമ്മൾ രാജ്യത്തിൻ്റെ പഞ്ചവത്സര പദ്ധതി എന്നും വാർഷിക പദ്ധതി എന്നും കേട്ടിട്ടുണ്ട്, സംസ്ഥാനങ്ങളുടെ ഉണ്ട്, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉണ്ട്. പക്ഷേ ഇവിടെ ഓരോ കുടുംബത്തിനും പ്രത്യേകം സൂക്ഷ്മ പദ്ധതികൾ ആവിഷ്കരിച്ചു. പിന്നീട് സംസ്ഥാനത്തെ വിവിധ സർക്കാർ വകുപ്പുകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവ ചേർന്ന്
ഈ സൂക്ഷ്മ പദ്ധതികൾ നടപ്പാക്കാനുള്ള പ്രവർത്തനമായി. ഏറ്റവും താഴെത്തട്ടിൽ ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുത്തത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. അതോടൊപ്പം എല്ലാ സർക്കാർ വകുപ്പുകളും അണിനിരന്നു. ഉദാഹരണത്തിന് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി പതിച്ചു കൊടുക്കാൻ റവന്യൂ വകുപ്പ് വളരെ കാര്യക്ഷമമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. 85,000-ലേറെ പേർക്ക് ആരോഗ്യ സേവനങ്ങൾ ആവശ്യമായിരുന്നു, മരുന്ന് ആവശ്യമായിരുന്നു. അത് തുടർച്ചയായിട്ട് ഉറപ്പുവരുത്താൻ ആരോഗ്യവകുപ്പ്. റേഷൻ കാർഡ് ഇല്ലാതിരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് പെട്ടെന്ന് തന്നെ സമയബന്ധിതമായി റേഷൻ കാർഡ് ഉറപ്പാക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പ്. പിന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ്, തൊഴിൽ വകുപ്പ്, സാമൂഹ്യനീതി വകുപ്പ്, ഫിഷറീസ് വകുപ്പ്, ഇങ്ങനെ എല്ലാ വകുപ്പുകളും, ഗതാഗത വകുപ്പ്, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് എന്ന് വേണ്ട എല്ലാ വകുപ്പുകളും അവരവരുടെ ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിറവേറ്റി. ഏറ്റവും ഒടുവിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീസ് അതിദരിദ്ര കുടുംബങ്ങൾക്ക് വീട് വാങ്ങാനുള്ളത് ഒഴിവാക്കി കൊടുക്കുന്ന തീരുമാനം ക്യാബിനറ്റ് എടുത്തു. രജിസ്ട്രേഷൻ വകുപ്പാണ് അതിന് സഹായകരമായിട്ടുള്ള നടപടി സ്വീകരിച്ചത്. എല്ലാ വകുപ്പുകളുടെയും പങ്കാളിത്തവും സംഭാവനയും ഇക്കാര്യത്തിലുണ്ട്. ഇത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നിശ്ചയദാർഢ്യം, തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വപരമായിട്ടുള്ള ഇടപെടൽ, ഒപ്പം ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ ആകെ പ്രതിബദ്ധതയോടുകൂടിയിട്ടുള്ള പ്രവർത്തനം, ജനപ്രതിനിധികളുടെ പങ്കാളിത്തം, ഇതെല്ലാം ചേർന്ന കൂട്ടായ പ്രവർത്തനമാണ് ഈ വിജയത്തിന് നിദാനമായി തീർന്നിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങൾ ഓരോന്നിനും അഭിമാനിക്കാവുന്നൊരു നേട്ടം കൂടിയാണിത്. കേരളത്തിലെ സുശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ മികവ് കൊണ്ടുകൂടിയാണ് നമുക്ക് ഇത് കാര്യക്ഷമമായി നടപ്പാക്കാനായത്. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ പ്രവർത്തനത്തിൽ സർക്കാരിനൊപ്പം പങ്കാളികളായത്. അതുകൊണ്ട് തന്നെ ഈ ചരിത്ര നേട്ടം കേരളം സൃഷ്ടിച്ച അനേകം മാതൃകകളിൽ ഏറ്റവും തിളക്കമുള്ള ഒന്നായി മാറുകയാണ്. കേരള വികസന മാതൃക ഇന്ന് ലോകത്താകെ ഇതിനകം തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ആ കേരള വികസന മാതൃകയുടെ തൊപ്പിയിലൊരു പൊൻതൂവലായി ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം മാറുന്നു. നവകേരളം എന്ന ലക്ഷ്യത്തിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായിട്ടും ഇത് മാറുകയാണ്. ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായ എല്ലാവരെ സംബന്ധിച്ചും അത് അഭിമാനകരമായ നേട്ടമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുത്തത്. അദ്ദേഹം ഓരോ ഘട്ടത്തിലും ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം നിരന്തരമായിട്ടുള്ള മോണിറ്ററിങ്ങും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി മുതൽ വാർഡ് മെമ്പർ വരെയുള്ളവർ അണിനിരന്ന ജനപ്രതിനിധികളും സർക്കാർ സംവിധാനവും ആകെ അണിനിരന്ന ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടക്കമുള്ള നമ്മുടെ എൻറ്റയർ മെഷീനറി ഒരാളെയും വിട്ടുപോകാത്ത വിധത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ ഈ ചരിത്ര നേട്ടത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതിൽ പങ്കാളികളായ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും കേരളപ്പിറവി ആശംസ.